കൊല്ലം തീരത്ത് 25ഓളം കണ്ടെയ്നറുകളെത്തി. ജനങ്ങൾ കണ്ടെയ്നറിനടുത്ത് പോകാനോ കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കൾ സ്പർശിക്കാനോ പാടില്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് നൽകി. ശക്തികുളങ്ങര പുലിമുട്ട് മുതൽ ചെറിയഴീക്കൽ വരെ 11 കണ്ടെയ്നറുകളും എത്തി. 10ലധികം കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര ഭാഗത്ത് തീരക്കടലിൽ ഒഴുകുന്ന നിലയിലും കാണപ്പെട്ടു. മുങ്ങിയ കപ്പലിലെ ലൈഫ് ബോട്ടും ശക്തികുളങ്ങര തീരത്തടിഞ്ഞു. അതിനിടെ കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നതായി കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന പറഞ്ഞു. അടുത്തുള്ള കുടുംബങ്ങളെ ആദ്യം മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിലേക്ക് അടുത്തേക്ക് ആൾക്കാർ വരാതിരിക്കുക എന്നുള്ളതാണ്. വിവരങ്ങളുമായി നീരജ് ലാൽ ചേരുന്നു. നീരജ് ലാൽ, എന്തൊക്കെയാണ് തത്സമയ വിവരങ്ങൾ? ശക്തികുളങ്ങരയിലാണ് കൂടുതൽ കണ്ടെയ്നറുകൾ തീരമണഞ്ഞത്. 14ഓളം കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര ഭാഗത്തുള്ളത്. കണ്ടെയ്നറുകൾ 2ഉം 3ഉം ചേർന്ന നിലയിൽ സെറ്റായിട്ട് തീരത്തടിഞ്ഞിട്ടുണ്ട്. പല കണ്ടെയ്നറുകളും തുറന്ന നിലയിലാണ്. ഇവയിൽ നിന്നുള്ള സ്പോഞ്ച് പോലുള്ള വസ്തു തീരത്താകെ അടിഞ്ഞിട്ടുണ്ട്. ശക്തികുളങ്ങര പുലിമുട്ട് മുതൽ ചെറിയഴീക്കൽ വരെ 11 കണ്ടെയ്നറുകളും എത്തി. ചെറിയഴീക്കൽ, പരിമണം എന്നിവിടങ്ങളിലും നേരത്തെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിരുന്നു. 10ലധികം കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര ഭാഗത്ത് തീരക്കടലിൽ ഒഴുകുന്ന നിലയിലും കാണപ്പെടുന്നുണ്ട്. മുങ്ങിയ കപ്പലിലെ ലൈഫ് ബോട്ടും ശക്തികുളങ്ങര തീരത്ത് അടിഞ്ഞു. കണ്ടെയ്നറുകൾക്കുള്ളിലെ സാമഗ്രികൾക്ക് ആഘാതമേൽക്കാതിരിക്കാൻ വെച്ചിരുന്ന സ്പോഞ്ച് പോലുള്ള വസ്തു പ്രദേശത്താകെ അടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ അധികൃതർ അറിയിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ആരോഗ്യ വിഭാഗം എന്നിവ കൂടാതെ കസ്റ്റംസ്, ഫിഷറീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കണ്ടെയ്നറുകളും സാധനങ്ങളും കസ്റ്റംസ് കണ്ടുകെട്ടും. തീരത്ത് നിന്ന് കണ്ടെയ്നറുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് തീരുമാനിക്കാൻ കസ്റ്റംസ് അധികൃതർ ഓൺലൈനായി ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്നു. കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് അധികൃതർ എത്തി കണ്ടെയ്നറിന് സമീപത്ത് നിന്ന് കടലിലെ വെള്ളം, മണൽ, സ്പോഞ്ച് എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ചു. ലാബിൽ രാസപരിശോധന നടത്തുമെന്നും ഫലം നാളെ ഉച്ചയോടെ ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കൊല്ലത്ത് നിന്നും നീരജ് ലാൽ.